എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാം തന്നെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. കർണാടകയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കർണാടകയിലെ പ്രശസ്തമായ സ്വർണ്ണഖനികളാണ് കോലാർ, ഹട്ടി എന്നിവ. ലോകത്തെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കസാക്കിസ്ഥാൻ. കസാക്കിസ്ഥാനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. യുറേനിയം ഖനനത്തിന് പ്രശസ്തമായ ജാർഖണ്ഡിലെ ഖനി ജാദുഗുഡ ഖനി. യുറേനിയം ഖനനത്തിന് പ്രശസ്തമായ ജാർഖണ്ഡിലെ ഖനിയാണ് ജാദുഗുഡ ഖനി. ഇന്ത്യയിൽ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം റാണിപേട്ട്. തമിഴ്നാട്ടിലെ റാണിപേട്ടാണ് ഇന്ത്യയിൽ ആദ്യത്തെ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം. പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രം സിന്ദ്രി. 1951 ജാർഖണ്ഡിൽ സ്ഥാപിതമായ സിന്ദ്രിയാണ് പൊതുമേഖലയിൽ ആദ്യത്തെ രാസവള നിർമ്മാണ കേന്ദ്രം. ദാമോദർ നദിക്കരയിലാണ് സിന്ദ്രി വളം നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം സിന്ദ്രി. ജാർഖണ്ഡിലെ സിന്ദ്രി തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല. ഇന്ത്യയിലെ പ്രധാന വജ്രഖനി പന്ന. മധ്യപ്രദേശിലെ പന്നയാണ് ഇന്ത്യയിലെ പ്രധാന വജ്രഖനി. മധ്യപ്രദേശിലെ വിന്ധ്യ പർവ്വതനിരകളിലാണ് പന്ന വജ്രഖനി സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. പ്രശസ്തമായ ഒറാപ്പ വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ബോട്സ്വാന. പ്രശസ്തമായ ഒറാപ്പ വജ്രഖനി സ്ഥിതി ചെയ്യുന്നത് ബോട്സ്വാനയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. 1934 സ്ഥാപിതമായ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരായിരുന്നു നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. 1950 മുതലായിരുന്നു പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേര് ലഭിച്ചത്. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാളായിരുന്നു 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത്. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പീരുമേട് താലൂക്കിലാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ. പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം 1978. 1978 പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ. പെരിയാർ
കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം. ലോകബാങ്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ് BCRLIP ബക്കർ ലീപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം. ലോകബാങ്ക് ബക്കർ ലീപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഏതു വർഷത്തിലാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങൾ പ്രൊജക്ട് എലിഫന്റ് പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തിയത്? 1992. 1992 പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങൾ പ്രോജക്ട് എലിഫന്റ് പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തിയത്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം തന്നെയാണ് ബേഗൂർ വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള ഒരു വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. 1986 സ്ഥാപിതമായത്. വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിക്ക് അടുത്താണ് വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ 2ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളം. പറമ്പിക്കുളമാണ് കേരളത്തിലെ 2ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ 38ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 2010. ഇന്ത്യയിലെ 38ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2010. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തുണക്കടവ്. തുണക്കടവിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം നേടിയ ഒരു വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്നതാണ് റെഡ് ഡാറ്റാ ബുക്ക്. കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. തിരുവനന്തപുരത്തെ നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1958. 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപ്. നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ തന്നെയാണ് അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്.
ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നതാണ് ശെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം. ശെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. 1984 ശെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനം. കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന് സർക്കാർ അനുമതി ലഭിച്ച വർഷം 2019. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന് സർക്കാർ അനുമതി ലഭിച്ചത് 2019. തമിഴ്നാട്ടിലെ മുക്കുർത്തി ദേശീയോദ്യാനവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലെ മുകുർത്തി ദേശീയോദ്യാനവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന വന്യജീവി സങ്കേതം. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമായ സങ്കേതം കുറിഞ്ഞിമല സങ്കേതം. 2006 സ്ഥാപിതമായ കുറിഞ്ഞിമല സങ്കേതമാണ് നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമായ സങ്കേതം. റീഡ് തവളകൾ കാണപ്പെടുന്ന മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രാന്തപ്രദേശം കക്കയം. റീഡ് തവളകൾ കാണപ്പെടുന്ന മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രാന്തപ്രദേശമാണ് കക്കയം. മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2010. 2010 മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2011. 2011 കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരം. തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരത്താണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ. ചിന്നാറാണ് കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. 1984 ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിൽ 1984 സ്ഥാപിതമായ ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. കർണാടകയിലെ കുടക് കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതമാണ് കർണാടകയിലെ കുടക് അല്ലെങ്കിൽ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം. കോക്ക് ബോറോക്ക് ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം ത്രിപുര. ത്രിപുരയാണ് കോക്ക് ബോറോക്ക് ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം. രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഹെമറ്റോളജി. ഹെമറ്റോളജിയാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനം. അയ്യങ്കാളിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താനായിരുന്നു അയ്യങ്കാളിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം കോർണിയ. കോർണിയയാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം. കണ്ണിലെ ലെൻസിനെ സംരക്ഷിക്കുന്ന സുതാര്യമായ പാളിയാണ് കോർണിയ. സമര തീച്ചൂളയിൽ ആരുടെ ആത്മകഥയാണ്? ഇ കെ നായനാർ. ഇ കെ നായനാരുടെ ആത്മകഥയുടെ പേരാണ് സമര തീച്ചൂളയിൽ. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഏതാണ്? തമിഴ്. തമിഴാണ് ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ. മെർക്കുറി അതിചാലകത പ്രകടിപ്പിക്കുന്ന താപനില 4.2 കെൽവിൻ. 4.2 കെൽവിനിലാണ് മെർക്കുറി അതിചാലകത പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം 253 മീറ്റർ. ഇന്ത്യയിലെ
ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം 253 മീറ്ററാണ്. കർണാടകയിലെ ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹോഷംഗാബാദ്. മധ്യപ്രദേശിലെ ഹോഷംഗാബാദിലാണ് സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത്. നോട്ട് അച്ചടിക്കുന്ന പേപ്പർ നിർമ്മിക്കുന്നത് എവിടെയാണ്? ലോക പൈതൃകമായ റാണി കി വാവ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ലോക പൈതൃകമായ റാണി കി വാവ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഗുജറാത്തിലെ പഠാനിലുള്ള ഈ പടവ് കിണർ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലാദ്യ ശബ്ദചിത്രമായ ബാലൻ സംവിധാനം ചെയ്തത് എസ് നൊട്ടാണി. എസ് നൊട്ടാണിയാണ് മലയാളത്തിലാദ്യത്തെ ശബ്ദചിത്രമായ ബാലൻ സംവിധാനം ചെയ്തത്. 1938 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പയ്യാമ്പലം ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് പയ്യാമ്പലം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. 1940 മൊറാഴ സമരത്തിൻ്റെ മുഖ്യ സംഘാടകൻ KPR ഗോപാലൻ. KPR ഗോപാലനായിരുന്നു 1940 മൊറാഴ സമരത്തിൻ്റെ മുഖ്യ സംഘാടകൻ. ബ്രിട്ടീഷ് സാമ്രാജ്യം ഏകപക്ഷീയമായി രണ്ടാം ലോക യുദ്ധത്തിൽ ഇന്ത്യയെ പങ്കാളിയാക്കിയതിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഇതിൻ്റെ തുടർച്ചയായി നടന്ന പ്രതിഷേധങ്ങളും സമരങ്ങളുമാണ് മൊറാഴ സമരമായി രൂപപ്പെട്ടത്. കോശത്തിനെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സൈറ്റോളജിയാണ് കോശത്തിനെക്കുറിച്ചുള്ള പഠനം. 1665 റോബർട്ട് ഹുക്കാണ് കോശത്തെ ആദ്യമായി കണ്ടെത്തിയത്. ഇന്ത്യയിൽ ഡീമോണിറ്റൈസേഷൻ നടത്തിയിട്ടുള്ളത് എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം. 1946, 1978, 2016 എന്നിങ്ങനെ 3 തവണകളിലായിട്ടാണ് ഇന്ത്യയിൽ ഡീമോണിറ്റൈസേഷൻ നടത്തിയിട്ടുള്ളത്. ക്യാരം ബോർഡുകളിൽ പോളിഷ് ആയി ഉപയോഗിക്കുന്ന വെളുത്തപ്പൊടി ബോറിക് ആസിഡ്. ബോറിക് ആസിഡാണ് ക്യാരം ബോർഡുകളിൽ പോളിഷ് ആയി ഉപയോഗിക്കുന്ന വെളുത്തപ്പൊടി. ഘർഷണം കുറയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൈനേറ്റ്. സോഡിയം തയോസൈനേറ്റ് ആണ് സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത് ജലം. ജലമാണ് അസാധാരണ സംയുക്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. കോട്ടയമാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. 1989 കോട്ടയത്തെ പൂർണ്ണ സാക്ഷര നഗരമായി പ്രഖ്യാപിച്ചത്. ഏത് നദിയുടെ കൈവഴിയാണ് ഹൂഗ്ലി? ഗംഗ. ഗംഗ നദിയുടെ കൈവഴിയാണ് ഹൂഗ്ലി. പശ്ചിമ ബംഗാളിലെ ഒരു പ്രധാന നദിയാണിത്. സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ്? പത്രപ്രവർത്തനം. പത്രപ്രവർത്തന മേഖലയിലാണ് സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പള കായൽ. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ. തീവ്ര പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ. കോൺ കോശങ്ങളാണ് തീവ്ര പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത്. സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ. നാരോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നാരോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? ബംഗാൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയാണ് സന്യാസി കലാപം അടിസ്ഥാനമാക്കിയുള്ളത്? ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയാണ് സന്യാസി കലാപം അടിസ്ഥാനമാക്കിയിട്ട് ഉള്ളത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് ഉള്ളതാണ്. ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്?
കാൽസ്യത്തിൻ്റെ ധാതുവാണ് ജിപ്സം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ധാതുവാണിത്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേനാണ് ചതുപ്പ് വാതകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കാനുള്ള പരിശോധനാ രീതി ടോണോമെട്രിയാണ് കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതി. ഗ്ലോക്കോമ എന്ന അസുഖം തിരിച്ചറിയാൻ ഈ പരിശോധനാ രീതി സഹായിക്കുന്നുണ്ട്. ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം? KP കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്നു KP കേശവമേനോൻ. എപ്പോഴും മുന്നോട്ട്, എവർ ഓൺവേർഡ് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ ആപ്തവാക്യമാണ്? ഏഷ്യൻ ഗെയിംസ്, ഏഷ്യാഡിൻ്റെ ആപ്തവാക്യമാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് എവർ ഓൺവേർഡ്, എപ്പോഴും മുന്നോട്ട് എന്നത്. ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി ML ഗോവിന്ദൻ നായർ ആയിരുന്നു ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്താണ് ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത്. മലപ്പുറം ജില്ലയിലാണ് പള്ളിക്കൽ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി 1920 കേരളത്തിൽ എത്തിയത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി 1920 കേരളത്തിൽ എത്തിയത്. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസ് ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. വിശപ്പ്, ദാഹം എന്നിവ നിയന്ത്രിക്കുന്നതും ഹൈപ്പോതലാമസ് ആണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഡിസംബർ 3. 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥത്തിലാണ് ചലന നിയമങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്ററാണ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പ്രസിദ്ധീകരണം മിറാത്തുൽ അക്ബറാണ് രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പ്രസിദ്ധീകരണം. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ആണ് തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ് എന്നതാണ് വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.